എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വത്സൻ ഉണ്ടാക്കാം. ഇത് ചെറുപഴം കൊണ്ടും ഉണ്ടാക്കാം, നല്ല പഴുത്ത മധുരമുള്ള ചക്ക കൊണ്ടും ഉണ്ടാക്കാം. നമ്മളിന്ന് നല്ല ചക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണ് ഇതെല്ലാം. ആദ്യം തന്നെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണിത്. അതൊരു 2 കപ്പ് എടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് ഒഴിച്ച് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമുക്കൊരു തവി കൊണ്ട് കുഴയ്ക്കാം. ചൂട് കുറച്ച് മാറുമ്പോൾ കൈകൊണ്ട് ഇതുപോലെ കുഴച്ച് വെക്കാം. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കൊരു 4 പീസ് ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മെൽറ്റാക്കാൻ വെക്കാം. അത് തിളയ്ക്കുന്നു. ഇനി വേണ്ടത് 1 കപ്പ് നാളികേരവും 2 കപ്പ് പഴുത്ത ചക്കയും. ചക്ക ഇതുപോലെ ചെറിയ പീസായി മുറിച്ചെടുത്തു. നമ്മുടെ ശർക്കര നന്നായി തിളച്ച് വന്നു. അതിലേക്ക് പഞ്ചസാരയും ഏലക്കയും ചേർത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്തു. അതിനുശേഷം നമ്മുടെ നാളികേരം ചേർത്തു. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴുത്ത ചക്ക ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ ശർക്കര പാനിയെല്ലാം നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് തന്നെ ആയി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു വാഴയില എടുത്ത് വൃത്തിയായി കഴുകാം. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഒരു ഉരുളയെടുത്ത് ഇതിൽ വെച്ച് ഇതുപോലെ കൈകൊണ്ട് പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടിൽ നിന്നും കുറച്ചെടുത്ത് ഇതിലേക്ക് എങ്ങനെയൊന്ന് പരത്താം. ഒരു സൈഡിലാക്കിയാൽ മതി. എന്നിട്ട് മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വെക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഉള്ള ഒരു തട്ട് വെച്ച് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോന്നായി ഇതിലേക്ക് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ നമ്മുടെ വത്സൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മധുരം. ചക്ക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ചക്കയുടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Have a nice day.